ഒരു വട്ടമെങ്കിലും കപ്പ വാങ്ങിക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കപ്പയൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 300-350 ഗ്രാം കപ്പയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കപ്പ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ മാറ്റി അതൊന്ന് എടുത്ത് വെക്കാം. അതേ പാനിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ഒരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലെ 2 സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ അവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് അങ്ങ് വഴറ്റിയൊന്നും വേണ്ട. ഒന്ന് ആ കടിക്കുന്ന പരുവം ഒന്ന് മാറി കിട്ടിയാൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ചധികം കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. തട്ടുകട സ്റ്റൈലിലുള്ള ഒരു മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു കപ്പയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാനും അതുപോലെ തന്നെ മസാല ഒരുപാട് ഡ്രൈ ആവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നടുക്കൊന്ന് സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. മുട്ടയൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. ഇനി മുട്ട നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് മുട്ടേൻ്റെ മഞ്ഞക്കറി ഒന്ന് പൊട്ടിച്ചിരുന്നുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ ഉപ്പ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയും കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പ നമ്മൾ ഉടച്ചിട്ടൊന്നുമില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തട്ടുകടയിലൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ആ മുട്ടയും ആ മസാലയൊക്കെ കപ്പയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ നല്ലപോലെ നമ്മളിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും കൂടെ ഒന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റ് നോക്കിയിട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സവാള കട്ട് ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കപ്പയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് കഴിച്ചവർ ഒരുപാട് പേരുണ്ടാവും. ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് kannur കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. മറ്റൊരു നല്ല റെസിപ്പിയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.